വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് 2025 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. കുറച്ച് PSC കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മേഖലകളുണ്ട്. അത് ഞാൻ തരം തിരിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് പ്രമേയങ്ങളാണ് കേട്ടോ. നോക്കൂ, ലോകാരോഗ്യ ദിനപ്രമേയം എന്നാണ് ലോകാരോഗ്യ ദിനം എല്ലാവർക്കും അറിയാമല്ലേ. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. അതിൻ്റെ പ്രമേയം 2025 പ്രമേയം എന്തായിരുന്നു? ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷ, നിർഭരമായ ഭാവി എന്നുള്ളതായിരുന്നു കേട്ടോ. ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷ, നിർഭരമായ ഭാവി എന്നുള്ളതായിരുന്നു. ഇനി നോക്കൂ, തണ്ണീർത്തട ദിന പ്രമേയം ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രമേയം എന്തായിരുന്നു? നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മുടെ കാലാവസ്ഥാ ദിന പ്രമേയം എന്തായിരുന്നു? മുൻകൂർ മുന്നറിയിപ്പ്, വിടവ് ഒരുമിച്ച് അടയ്ക്കുന്നു. മുൻകൂർ മുന്നറിയിപ്പ്, വിടവ് ഒരുമിച്ച് അടയ്ക്കുന്നു എന്നതാണ് കാലാവസ്ഥാ ദിന പ്രമേയം കേട്ടോ. 2025 കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം എന്തായിരുന്നു? എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം. ഇതിപ്പോൾ ചോദിച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഒരു എക്സാമിൽ ചോദിച്ചതാണ്. ഇതും ചോദിച്ചതാണ്. ലോകാരോഗ്യ ദിന പ്രമേയവും ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം. ഇനി ക്ഷയദിന പ്രമേയം എന്താണ്? യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നുള്ളതാണ് കേട്ടോ. യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രമേയങ്ങളാണ്. നമുക്ക് കുറച്ച് വേദികൾ നോക്കാം. സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദി എവിടെയായിരുന്നു? കാസർഗോഡായിരുന്നു. ആ കലാമേളയുടെ പേരും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. എന്തായിരുന്നു? അഭിന്നം എന്നുള്ളതാണ് കേട്ടോ. അഭിന്നം എന്നുള്ളതായിരുന്നു സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ പേര് എന്ന് പറയുന്നത് കേട്ടോ. എവിടെ വെച്ചിട്ടായിരുന്നു? കാസർഗോഡ് വെച്ചിട്ടായിരുന്നു. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദി ദാവോസ്, സ്വിറ്റ്സർലാൻഡ്. ദാവോസ് സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ടാണ് ലോക സാമ്പത്തിക ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത്. 2025 രണ്ടാമത് അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെ വെച്ചിട്ടായിരുന്നു? തിരുവനന്തപുരത്തുള്ള വർക്കലയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. 2025 രണ്ടാമത് അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി തിരുവനന്തപുരത്തുള്ള വർക്കല. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. അപ്പോൾ നമ്മളിത് പറയുന്ന കൂട്ടത്തിൽ ആ 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ചിഹ്നം കൂടെ ഒന്ന് ആലോചിച്ചിരിക്കണം. എന്തായിരുന്നു? മൗലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പക്ഷിയായിരുന്നു കേട്ടോ. മൗലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പക്ഷിയായിരുന്നു. അത് വന്നിട്ട് നമ്മുടെ ഉത്തരാഖണ്ഡിൻ്റെ സ്റ്റേറ്റ് ബേർഡാണ് കേട്ടോ. അതൊരു ഹിമാലയൻ മൊണാൽ എന്നാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത്. ഹിമാലയൻ മൊണാൽ വർഗ്ഗത്തിൽപ്പെട്ടൊരു കിളിയാണ്. മൗലി എന്ന് പറഞ്ഞിട്ടാണ് അതിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഉത്തരാഖണ്ഡിൻ്റെ സ്റ്റേറ്റ് ബേർഡാണ് കേട്ടോ അത്. 2025 ചെസ് ലോകകപ്പ് വേദി എവിടെ വെച്ചിട്ടായിരുന്നു? ഇന്ത്യയിൽ വെച്ചിട്ടാണ് 2025 ചെസ് ലോകകപ്പ് നടക്കുന്നത് കേട്ടോ. ഇനി പ്രഥമ ഖോഖോ ലോകകപ്പ് വേദി അതും എവിടെയാണ്? ഇന്ത്യ തന്നെയാണ് കേട്ടോ. 2025 വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. 2025 വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യവും ഇന്ത്യ തന്നെയാണ്. 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി എവിടെ വെച്ചിട്ടാണ്? ബീഹാറാണ് കേട്ടോ. 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ബീഹാർ. അന്താരാഷ്ട്ര യോഗാ ദിനവേദി അതെവിടെ വെച്ചിട്ടാണ്? വിശാഖപട്ടണമാണ്. അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ വേദി എവിടെയാണ്? വിശാഖപട്ടണം. ഇനി G20 ഉച്ചകോടി വേദി എവിടെയാണ്? ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. G20 ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത്? സൗത്ത് ആഫ്രിക്കയിലുള്ള ജോഹന്നാസ്ബർഗിലാണ്. G7 ഉച്ചകോടി വേദി അതെവിടെയാണ്? കനാനാസ് കിസ്, കാനഡയാണ് കേട്ടോ. കാനഡയിലുള്ള കനാനാസ് കിസിൽ വെച്ചിട്ടാണ് G7 ഉച്ചകോടി നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ഒരു നോട്ടിലേക്ക് എന്താണ് എഴുതിയെടുക്കുക കേട്ടോ. ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമിനും നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ എഴുതി വെച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന LDCക്കാണെങ്കിലും LGSനാണെങ്കിലും ഏത് എക്സാമിനാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. ഇനി ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെ വെച്ചിട്ടാണ്? തായ്ലാൻഡ്. ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? തായ്ലാൻഡ്. ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനത്തിൻ്റെ വേദി നീസ്, ഫ്രാൻസ് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്ത്. ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനത്തിൻ്റെ വേദിയാണ് നീസ്, ഫ്രാൻസ് കേട്ടോ. PSC ബുള്ളറ്റിൽ നിന്നാണ്. ഇനി അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് വേദി എവിടെയാണ്? മലേഷ്യ. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് വേദി എവിടെയാണ്? മലേഷ്യ. അപ്പോൾ ജേതാക്കൾ നമ്മൾ ഇന്ത്യ തന്നെയായിരുന്നു കേട്ടോ. ജേതാക്കൾ എന്ന് പറയുന്നത്
ഈ നമ്മുടെ അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിൽ ഒരു പേര് നമ്മൾ ഓർത്തിരിക്കണം. അതാണ് VJ ജോഷിത എന്ന് പറയുന്നത് കേട്ടോ. VJ ജോഷിത എന്ന് പറയുന്നത് ഈ ടീമിൽ ഉൾപ്പെട്ട ഏക മലയാളിയാണ് കേട്ടോ. VJ ജോഷിത എന്ന് പറയുന്നത് കേട്ടോ. VJ ജോഷിത. ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നോക്കൂ, ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയിലുള്ള ജെജു ദ്വീപാണ് ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം കേട്ടോ. 2024 നമുക്ക് അറിയാം അതാരായിരുന്നു? സൗദി അറേബ്യ ആയിരുന്നു അല്ലേ? സൗദി അറേബ്യ ആയിരുന്നു 2024 എന്താണ് ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക അവിടെ. 2025 കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെ വെച്ചിട്ടാണ്? ബെലേം, ബ്രസീലിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. ബ്രസീലിലുള്ള ബെലേമിൽ വെച്ചിട്ടാണ് 2025 കാലാവസ്ഥാ ഉച്ചകോടി നടക്കാൻ പോകുന്നത്. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ COP13 എന്നായിരിക്കും കേട്ടോ കാണുന്നുണ്ടാവുക. COP13 എന്ന് കണ്ടാൽ അത് എവിടെയാണ് നടക്കുന്നത്? ബെലേം, ബ്രസീലിലാണ്. അപ്പോൾ COP29ൻ്റെയോ? COP29 എന്ന് പറഞ്ഞത് അസർബൈജാനിലുള്ള ബാക്കു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു കേട്ടോ. അസർബൈജാനിലെ ബാക്കു ആണ് COP29 കാലാവസ്ഥാ ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടൊന്നും ഓർത്തിരിക്കുക കേട്ടോ. 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഐച്ചി നഗോയ, ജപ്പാനിലാണ് കേട്ടോ. 2026 ഏഷ്യൻ ഗെയിംസ് എവിടെ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്? ജപ്പാനിലുള്ള ഐച്ചി നഗോയയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മുടെ G20 ഉച്ചകോടി വേദി, G7 ഉച്ചകോടി വേദി, ബ്രിക്സ് ഉച്ചകോടി, പിന്നെ സമുദ്ര സമ്മേളനം, ഐക്യരാഷ്ട്രസഭയുടെ 3ാമത്തെ സമുദ്ര സമ്മേളനത്തിൻ്റെ വേദി. ഇത്രയാണ് കേട്ടോ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ നമ്മുടെ G7 ഉച്ചകോടി വേദി 2025 നമ്മുടെ കാനഡയിൽ വെച്ചിട്ട് നടക്കുന്നത് കേട്ടോ. അത് 2024 വേദി ഇറ്റലി ആയിരുന്നു കേട്ടോ. ഇറ്റലി 2024 G7 ഉച്ചകോടി വേദി ഇറ്റലി ആയിരുന്നു. 2025 കാനഡയിലുള്ള കനാനാസ് കിസിൽ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. ഇനി നമ്മുടെ G20 ഉച്ചകോടി വേദി 2025 സൗത്ത് ആഫ്രിക്കയിലുള്ള ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ട് നടക്കുന്നത്. അത് 2024 നമ്മുടെ ബ്രസീലിലുള്ള റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടായിരുന്നു G20 ഉച്ചകോടിയുടെ വേദി ഉണ്ടായിരുന്നത് കേട്ടോ. 2024 എന്താണ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലായിരുന്നു. അപ്പോൾ ഇത്രയൊന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇവിടെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ISRO ആൻഡ് സ്പേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ നിന്നാണ് കേട്ടോ. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അവിടുന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേര് എന്താണ്? ഭാരത് അന്തരീക്ഷ സ്റ്റേഷൻ എന്നാണ് കേട്ടോ. ഭാരത് അന്തരീക്ഷ സ്റ്റേഷൻ എന്നാണ് ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പേര് എന്ന് പറയുന്നത്. 2026 ചന്ദ്രനിലേക്ക് പറക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റിൻ്റെയും ഓറിയോൺ ബഹിരാകാശ പേടകത്തിൻ്റെയും ആദ്യത്തെ ക്രൂ ടെസ്റ്റ് ഫ്ലൈറ്റ് ആകാൻ പോകുന്ന നാസയുടെ ദൗത്യം ഏതാണ്? ആർട്ടമീസ് 2 ആണ് കേട്ടോ. അപ്പോൾ 2026 ചന്ദ്രനിലേക്ക് പറക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റിൻ്റെയും ഓറിയോൺ ബഹിരാകാശ പേടകത്തിൻ്റെയും ആദ്യത്തെ ക്രൂ ടെസ്റ്റ് ഫ്ലൈറ്റ് ആകാൻ പോകുന്ന നാസയുടെ ദൗത്യമാണ് ആർട്ടമീസ് 2 എന്ന് പറയുന്നത് കേട്ടോ. ഇനി വിക്രം 5 ഉണ്ട്. എന്താണ് വിക്രം 5? ഇന്ത്യ ആദ്യമായിട്ട് സ്വകാര്യമായിട്ട് വികസിപ്പിച്ച റോക്കറ്റാണ് വിക്രം 5 എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഒരു പുഷ്പക് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ PSC ബുള്ളറ്റിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ. അപ്പോൾ പുഷ്പക് എന്താണ്? കർണാടകയിലെ ചിത്രദുർഗ പരീക്ഷണ കേന്ദ്രത്തിൽ ISRO വിജയകരമായി ഇറക്കിയ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക് എന്ന് പറയുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പുഷ്പക് കർണാടകയിലെ ചിത്രദുർഗ പരീക്ഷണ കേന്ദ്രത്തിൽ ISRO വിജയകരമായി ഇറക്കിയ പുനരുപയോഗിക്കാവുന്ന വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന വിക്ഷേപണ വാഹനമാണ് ഏതെന്ന് പറയുന്നത്? പുഷ്പക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ, ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ ചന്ദ്രനിൽ ഇറക്കി അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ഫയർഫ്ലൈ എയറോസ്പേസ് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന 2ാമത്തെ സ്വകാര്യ ലാൻഡർ കൂടിയാണ്. ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ ചന്ദ്രനിൽ ഇറക്കിയ അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ഫയർഫ്ലൈ എയറോസ്പേസ് കേട്ടോ. അപ്പോൾ എന്താണ്? ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ ചന്ദ്രനിൽ ഇറക്കിയ അമേരിക്കൻ സ്വകാര്യ കമ്പനി ഏതാണ്? ഫയർഫ്ലൈ എയറോസ്പേസ് ആണ് കേട്ടോ. അവിടെ എന്താണ് അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന 2ാമത്തെ സ്വകാര്യ ലാൻഡർ എന്നുള്ള ബഹുമതി ഇതിനാണ്. ഫയർഫ്ലൈ ബ്ലൂ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേടകത്തിനാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മളിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ പഠിക്കേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ ആക്സിയം മിഷനാണ് കേട്ടോ. ആക്സിയം മിഷൻ 4 എന്ന് പറയുന്നതാണ് നമ്മളിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. മിക്കവാറും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് ഈ ആക്സിയം മിഷൻ 4 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയായിരുന്നു ആക്സിയം മിഷൻ 4 എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ്?
ആക്സിയം മിഷൻ 4ൻ്റെ ഭാഗമായിരുന്ന ഇന്ത്യക്കാരൻ ആരായിരുന്നു? ശുഭാംശു ശുക്ലയായിരുന്നു കേട്ടോ. മാക്സിമം എന്നല്ല, ആക്സിയം മിഷൻ 4ൻ്റെ ഭാഗമായിരുന്ന ഇന്ത്യക്കാരൻ, ഇമ്പോർട്ടൻ്റ് ആണ്, ശുഭാംശു ശുക്ലയായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പേരിൽ 2 ബഹുമതി വന്നിട്ടുണ്ട്. എന്തൊക്കെയാണത്? ISS സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാണ്. നമ്മുടെ ഇന്ത്യയുടെ ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാണ് ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഇന്ത്യയുടെ 2ാമത്തെ ബഹിരാകാശ സഞ്ചാരി കൂടിയാണ് ശുഭാംശു ശുക്ല എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ബഹിരാകാശത്തെത്തുന്ന 634ാമത്തെ വ്യക്തിയാണ് നമ്മളുടെ ശുഭാംശു ശുക്ല എന്ന് പറയുന്നത് കേട്ടോ. എന്നാണ് അദ്ദേഹം ബഹിരാകാശ നിലയത്തിൽ എത്തിയത്? 2025 ജൂൺ 26-നാണ് മിഷൻ്റെ ഭാഗമായിട്ട് ബഹിരാകാശ നിലയത്തിൽ എത്തുന്നത്. ഇനി തിരികെ എത്തിയ ഡേറ്റ് ആണ് കേട്ടോ ഇമ്പോർട്ടൻ്റ്. 2025 ജൂലൈ 15-നാണ് അദ്ദേഹം തിരികെ എത്തുന്നത്. 2025 ജൂലൈ 15-ന് അദ്ദേഹം ഭൂമിയിൽ തിരികെ എത്തുകയാണ് ഉണ്ടായത് കേട്ടോ. ഇനി അതിൻ്റെ തിരികെ വന്നിരിക്കുന്ന പേടകത്തിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രേസ് ഡ്രാഗൺ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഗ്രേസ് ഡ്രാഗൺ എന്നാണ് അവർ തിരികെ ഭൂമിയിലേക്ക് വന്ന പേടകത്തിൻ്റെ പേര് എന്ന് പറയുന്നത് കേട്ടോ. ഗ്രേസ് ഡ്രാഗൺ. 2025 ജൂലൈ 15-നാണ് അവർ ഭൂമിയിൽ തിരിച്ചെത്തുന്നത്. ആ പേടകത്തെ, അത് പസഫിക് സമുദ്രത്തിലാണ് ലാൻഡ് ചെയ്തത്. ആ പേടകത്തെ വീണ്ടെടുത്തത് ഒരു കപ്പലുണ്ടായിരുന്നു. ആ കപ്പലിൻ്റെ പേരാണ് ഷാനൻ എന്ന് പറയുന്നത് കേട്ടോ. ആ പേടകത്തെ വീണ്ടെടുത്തത് റിക്കവറി കപ്പൽ ഏതാണ്? ഷാനൻ എന്ന് പറഞ്ഞിട്ടുള്ള കപ്പലാണ്. ഇനി മടക്ക യാത്രയിൽ കൂടെ 3 പേരുണ്ടായിരുന്നു. അവരെ 3 ആളെയും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ആരൊക്കെയാണ്? പെഗ്ഗി വിറ്റ്സൺ ഉണ്ടായിരുന്നു, സ്ലാവോസ് ഉസ്നാൻസ്കി ഉണ്ടായിരുന്നു, ടീബോർ കാബു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 3 പേരും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമ്മുടെ ശുഭാംശു ശുക്ലയുടെ കൂടെ തിരികെ ഇന്ത്യയിലേക്ക് വന്നവരാണ് പെഗ്ഗി വിൽസൺ, സ്ലാവോസ് ഉസ്നാൻസ്കി, ടീബോർ കാംബു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആക്സിയം മിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ്, ഒരു മിഷനാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, പ്രത്യേകിച്ച് ഈ ഡേറ്റുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ പേടകത്തിൻ്റെ പേര്, പിന്നെ പേടകം വീണ്ടെടുത്തിട്ടുള്ള കപ്പലിൻ്റെ പേര്, പിന്നെ മടക്ക യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നവർ. ഇതൊക്കെ എന്താണെന്നറിയോ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വരികയാണെങ്കിൽ നമുക്ക് എഴുതാൻ കഴിയണം. ഇനി നമ്മുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് അല്ലേ. അത് ചിലപ്പോൾ ഇതേപോലെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ തരും. ചിലപ്പോൾ ഇപ്പോൾ ചോദിക്കുന്നത് 2 വർഷം പിന്നിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ ചന്ദ്രയാൻ 3 ചിലപ്പോൾ ചോദിച്ചെന്നും വരാം. അപ്പോൾ ചന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണം എന്നായിരുന്നു? 2023 ജൂലൈ 14-നായിരുന്നു. 2023 ജൂലൈ 14-നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ആ വാഹനം ഏതായിരുന്നു? GSLV Mk3 ആയിരുന്നു അല്ലേ. LVM-3M4 അല്ലേ. GSLV Mk3 ആയിരുന്നു വാഹനം എന്ന് പറയുന്നത്. വിക്ഷേപണ വാഹനം GSLV Mk3 ആയിരുന്നു. ഇനി ലാൻഡിങ് നടന്നത് എന്നാണ് അവിടെ? 2023 ഓഗസ്റ്റ് 23-നാണ്. അതിൽ ഈ ഓഗസ്റ്റ് 23 നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിച്ചു വരുന്നുണ്ട് അല്ലേ. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. ലാൻഡിങ് എന്നാണ്? 2023 ഓഗസ്റ്റ് 23-നായിരുന്നു. അതിൻ്റെ ലാൻഡർ വിക്രമായിരുന്നു, റോവർ പ്രഗ്യാനായിരുന്നു. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലാണ് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മുടെ ചന്ദ്രയാൻ 3 എവിടെ ലാൻഡ് ചെയ്തു? ദക്ഷിണ ധ്രുവത്തിലാണ് ലാൻഡ് ചെയ്തത്. അതുകൂടെ അതിനൊരു ബഹുമതിയും കൂടെ കിട്ടി. എന്ത് കിട്ടി? നമ്മുടെ സൗത്ത് പോൾ തൊടുന്ന ആദ്യത്തെ രാജ്യമായി മാറി ഇന്ത്യ. കൂടെ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന 4ാമത്തെ രാജ്യവും മാറി നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇപ്പം അടുത്ത് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കണ്ടെത്തിയത് ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമായിരുന്നു? ഏതിൻ്റെയാണ്? സൾഫറിൻ്റെ സാന്നിധ്യമാണ് കേട്ടോ കണ്ടെത്തിയത്. ചന്ദ്രനിൽ കണ്ടെത്തിയ മൂലകം ഏതാണ്? സൾഫറാണ് കേട്ടോ. ചന്ദ്രയാൻ 3 കണ്ടെത്തിയത് സൾഫർ. ഇനി അടുത്ത വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിഷനാണ് ഗഗൻയാൻ എന്ന് പറയുന്നത് കേട്ടോ. ഗഗൻയാൻ, അതിലൊരു 4 പേരാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് ഗഗൻയാൻ എന്ന് അറിയാമല്ലോ അല്ലേ. ബഹിരാകാശ യാത്രികരെ എത്തിക്കുന്ന ഒരു ദൗത്യമാണ് ഗഗൻയാൻ എന്ന് പറയുന്നത് കേട്ടോ. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാംശു ശുക്ല. അപ്പോൾ ഈ 4 പേരും ഒന്ന് ഓർത്തിരിക്കുക. ആരൊക്കെയാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ് ആൻഡ് ശുഭാംശു ശുക്ല. ഇത്രയാണ് ഗഗൻയാൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 4 പേര് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇപ്പം അടുത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ 2-3 ദിവസം മുന്നേ ഞാൻ നോക്കിയപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ചോദിച്ചത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പം നമുക്ക് സ്പേസ് ഡോക്കിംഗ് ആൻഡ് എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മിഷനിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിഷനാണ്.
ബഹിരാകാശത്ത് ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഉപഗ്രഹങ്ങളെ പരസ്പരം യോജിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്നായിരുന്നു വിക്ഷേപണം? 2024 ഡിസംബർ 30-നായിരുന്നു. വാഹനം PSLV C-16 ആയിരുന്നു കേട്ടോ. 2024 ഡിസംബർ 30-നായിരുന്നു PSLV C-16 എന്ന് പറഞ്ഞ വാഹനത്തിലായിരുന്നു അതിൻ്റെ വിക്ഷേപണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്നാണ് ആ ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്തത്? ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്. എന്നാണ്? 2025 ജനുവരി 16-നാണ് രണ്ട് ഉപഗ്രഹങ്ങൾ കൂട്ടിമുട്ടുന്നത് കേട്ടോ, കൂട്ടിച്ചേർക്കുന്നത്. ഏതൊക്കെയാണ് രണ്ട് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്? ചേസറും ടാർഗറ്റും. ഇങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് അറിയായിരിക്കും, ചേസർ ടാർഗറ്റ് എന്ന് ചോദിച്ചാൽ. പക്ഷേ അതിൻ്റെ ഈ ഷോർട്ട് ഫോം ആണ് ചോദിച്ചത്. STX-01 SDX-02. അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞിരിക്കുക. STX-01 ചേസറും STX-02 ടാർഗറ്റും. ഇത് രണ്ടുമാണ് കേട്ടോ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വേറെയും രണ്ടെണ്ണം അങ്ങനെ 4 ഓപ്ഷനായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സ്പേസ് ഡോക്കിങ്ങിൽ എന്താണ് കൂട്ടി യോജിപ്പിച്ച ഉപഗ്രഹങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ M ജയകുമാർ ആയിരുന്നു സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ആരായിരുന്നു? ഡോക്ടർ M ജയകുമാർ. ISRO ചെയർമാൻ ആയിരുന്നു ആ സമയത്ത് ഡോക്ടർ S സോമനാഥനായിരുന്നു കേട്ടോ. ഡോക്ടർ S സോമനാഥനായിരുന്നു ഈ നമ്മുടെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് നടക്കുമ്പോഴുള്ള ISRO ചെയർമാൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ, ഇനി ഈ 3 പേര് ചിലപ്പോൾ ഈ ഒരു 4 പേര് ചിലപ്പോൾ എന്തായാലും നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ചാൻസ് ഉള്ളതാണ്. എന്താണത്? അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ അംഗീകരിച്ചതനുസരിച്ച് ചൊവ്വയിലെ ഗർത്തങ്ങൾക്ക് നൽകപ്പെട്ട കേരളത്തിലെ സ്ഥലനാമങ്ങൾ ഏതൊക്കെയാണ്? വർക്കല, ബേക്കൽ, വലിയമല, തുമ്പ. ഇത് 4ആണ് കേട്ടോ നമ്മുടെ ചന്ദ്രനിലെ ഗർത്തങ്ങൾക്ക് നൽകപ്പെട്ട കേരളത്തിൽ നിന്നുള്ള സ്ഥലങ്ങൾ കേട്ടോ. നാമങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിലെ സ്ഥലങ്ങളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? വർക്കല, ബേക്കൽ, വലിയമല, തുമ്പ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇനി ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഏറ്റവും ഭാരമേറിയ ആധുനിക വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? GSAT-7R ആണ് അല്ലേ. GSAT-7R ആണ് ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഏറ്റവും ഭാരം കൂടിയ ആധുനിക വാർത്താവിനിമയ ഉപഗ്രഹം കേട്ടോ. 4400 കിലോഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇനി വിക്ഷേപണ ഡേറ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 2025 നവംബർ 2-നായിരുന്നു കേട്ടോ. 2025 നവംബർ 2-നാണ് വിക്ഷേപണ ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്പേസും ISRO ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഞാൻ അതിൽ എഴുതാൻ വിട്ടുപോയതാണ്. നമ്മുടെ സുനിത വില്യംസ് ഇപ്പോൾ ഒരു ബഹുമതി മറികടന്നിരിക്കുകയാണ് അല്ലേ. ബഹിരാകാശ റെക്കോർഡ് നടത്തത്തിൽ റെക്കോർഡ് നേടിയിരിക്കുകയാണ് ആര്? നമ്മുടെ സുനിത വില്യംസ് അല്ലേ. 62 മണിക്കൂറും 6 മിനിറ്റ് എങ്ങാണ്ടോളം നടന്നിട്ടുണ്ട് കേട്ടോ ബഹിരാകാശത്ത്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അവർ ഇവിടെ തിരിച്ചെത്തിയ ഡേറ്റ് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അവരിവിടെ തിരിച്ചെത്തിയത് 2025 മാർച്ച് 18-നാണ് കേട്ടോ. 2025 മാർച്ച് 18-നാണ് സുനിത വില്യംസും സംഘവും നമ്മുടെ ഭൂമിയിൽ എത്തിയത് കേട്ടോ. അവരുടെ പേടകവും ഒന്ന് ഓർത്തിരിക്കുക. ബോയിങ് സ്റ്റാർ ലൈനർ എന്നായിരുന്നു കേട്ടോ. ബോയിങ് സ്റ്റാർ ലൈനർ എന്നായിരുന്നു അവർ വന്നിറങ്ങിയ പേടകത്തിൻ്റെ പേര് കേട്ടോ. ബോയിങ് സ്റ്റാർ ലൈനർ കേട്ടോ. ബോയിങ് സ്റ്റാർ ലൈനർ. ഞാൻ ഈ പറയുമ്പോൾ തന്നെ നോട്ട് എഴുതിയെടുക്കുക കേട്ടോ. 2025 മാർച്ച് 18-നാണ് അവർ തിരിച്ചെത്തിയത്. അവർ തിരിച്ചെത്തിയ പേടകത്തിൻ്റെ പേരാണ് ബോയിങ് സ്റ്റാർ ലൈനർ എന്ന് പറയണത് കേട്ടോ. ഇനി അവർ വിക്ഷേപണ ഡേറ്റ് അവരങ്ങോട്ട് പോയത് 2024 ജൂൺ 5-നാണ് കേട്ടോ. 2024 ജൂൺ 5-നാണ് അങ്ങോട്ട് പോയത്. തിരിച്ചിങ്ങോട്ടേക്ക് എത്തിയത് 2025 മാർച്ച് 18-നാണ് കേട്ടോ. തിരിച്ചെത്തിയ പേടകമാണ് എന്തെന്ന് പറയുന്നത്? SpaceX ക്രൂ ഡ്രാഗൺ പേടകത്തിലായിരുന്നു അവർ തിരിച്ചെത്തിയത് കേട്ടോ. അങ്ങോട്ട് പോയത് ബോയിങ് സ്റ്റാർ ലൈനർ എന്ന് പറഞ്ഞിട്ടുള്ള പേടകത്തിലായിരുന്നു കേട്ടോ. തിരിച്ചു വന്നത് 2015 മാർച്ച് 18-നാണ്. ഏത് പേടകത്തിൽ വന്നു? SpaceXൻ്റെ ക്രൂ ഡ്രാഗണിൽ വന്നു കേട്ടോ. SpaceXൻ്റെ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള പേടകത്തിലാണ് അവർ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ എഴുതിയ എക്സാമിൽ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിസാർ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. നിസാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഭൗമനിരീക്ഷണ ദൗത്യമുണ്ടായിരുന്നു. ഈ നിസാർ എന്ന് പറഞ്ഞാൽ നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ എന്നാണ് കേട്ടോ. അതൊന്നും നമുക്ക് വേണ്ട, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി വിക്ഷേപണം എന്നായിരുന്നു? 2025 ജൂലൈ 30-നായിരുന്നു കേട്ടോ. 2025 ജൂലൈ 30-നായിരുന്നു വിക്ഷേപണം. വാഹനം കൂടെ നമുക്ക് അറിഞ്ഞിരിക്കാം. GSLV
MK2 ആയിരുന്നു കേട്ടോ. MK2 ആയിരുന്നു നിസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഭൗമനിരീക്ഷണ ഉപഗ്രഹം അതിൻ്റെ വാഹനം എന്ന് പറയുന്നത്, വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് കേട്ടോ. വിക്ഷേപണ ഡേറ്റ് എന്നായിരുന്നു 2025 ജൂലൈ 30 കേട്ടോ. ഹിമാനികളിലെ മാറ്റങ്ങളെയും ഭൂകമ്പം, ഉരുൾപൊട്ടൽ, വനനാശം, പിന്നെ നമ്മുടെ കൃഷിഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഭൗമനിരീക്ഷണ ദൗത്യമായിരുന്നു നിസാർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡേറ്റ് ഓർത്തിരിക്കുക, 2025 ജൂലൈ 30 പിന്നെ GSLV MK2 ആയിരുന്നു വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദിത്യ L1 വിക്ഷേപണ ഡേറ്റ് എന്ന് ഓർത്തിരിക്കുക എന്നാണ് 2023 സെപ്റ്റംബർ 2 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായിരുന്നു വാഹനം? PSLV C57 ആയിരുന്നു കേട്ടോ. PSLV C57 ആയിരുന്നു ആദിത്യ L1 വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് കേട്ടോ. കൂടെ ഒരു ഡേറ്റും കൂടെ ഓർത്തിരിക്കുക, അവിടെ എത്തിയത് 2024 ജനുവരി 6 കേട്ടോ. ജനുവരി 6 ഈ L1 എന്ന് പറഞ്ഞിട്ടുള്ള ആദിത്യ L1 അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് 2024 ജനുവരി 6 അപ്പോൾ ഇത്രയും ഡേറ്റ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദിത്യ L1 ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ശുഭാൻശു ശുക്ലനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിച്ചത് ആരെയാണ്? ശുഭാംശു ശുക്ലേനെയാണ് കേട്ടോ. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ശുഭാംശു ശുക്ലേനെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വായിച്ചാൽ മാത്രം പോരാ, എല്ലാവരും എഴുതിയെടുക്കുക, പഠിക്കുക. ഏതെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് വരട്ടെ കേട്ടോ, എല്ലാവർക്കും കിട്ടട്ടെ. ഈ ISRO സ്പേസ് മിഷൻസ് എന്തായാലും പഠിക്കുക തന്നെ വേണം കേട്ടോ. എല്ലാ മിഷൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആക്സിയം മിഷന് ചന്ദ്രയാൻ 3, നമ്മുടെ ചന്ദ്രയാൻ 3 കണ്ടെത്തിയിട്ടുള്ള മൂലകം, പിന്നെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് അതിൽ പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ സുനിത വില്യംസിൻ്റെ ദൗത്യം, പിന്നെ ആദിത്യ L1. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി ക്ലാസ് APUവിൻ്റെ ക്ലാസ്സസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാത്തവർ കയറി കാണുക കേട്ടോ. പിന്നെ ഞാൻ ബയോളജീൻ്റെ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയറി ചെക്ക് ചെയ്യണേ. പിന്നെ മാത്സും ഞാൻ എപ്പോഴും പറയുന്ന പോലെ മാത്സും മലയാളവും ഇംഗ്ലീഷും എന്തായാലും ഡെയിലി തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇംഗ്ലീഷിൽ എന്തായാലും ആൻറ്റോണിമോ സിനോണിമോ എന്തായാലും ഉണ്ടാവും, അപ്പോൾ അത് പഠിക്കുക. പിന്നെ ഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കാൻ വേണ്ടിയിട്ടുള്ളത്, അപ്പോൾ അതുണ്ടാവും, എന്തായാലും ഒരു മാർക്കിന് ഉണ്ടാവും, അതും പഠിക്കുക. പിന്നെ പ്രിപ്പോസിഷൻസ് അതും നോക്കുക. യൂട്യൂബിൽ ഒരുപാട് ഇംഗ്ലീഷ് ക്ലാസ്സസ് അവൈലബിൾ ആണ്, കോഡൊക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സസ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ദിവസം ഒരു മണിക്കൂർ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടോ മാത്സിന് വേണ്ടിയിട്ടോ മലയാളത്തിന് വേണ്ടിയിട്ടൊക്കെ മാറ്റി വയ്ക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഡിസംബർ ആകുമ്പോഴേക്ക് എല്ലാവരും ഒന്നും കൂടെ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. നല്ലതുപോലെ റിവിഷൻ ചെയ്യുക. റിവിഷൻ ഇല്ലാണ്ട് നമുക്ക് ഒരു എക്സാമിനും പോയിട്ട് കാര്യമില്ല കേട്ടോ. റിവിഷനാണ് നമുക്ക് പക്കാവായിട്ട് വേണ്ടത് കേട്ടോ. കുറേ വായിച്ച് പോയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് അവിടെ ചെന്ന് എഴുതാൻ കിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾ എത്രത്തോളം പഠിച്ചോ അത് അത്രയും റിവിഷൻ ചെയ്യുക, അത് നമ്മുടെ തലമണ്ടയിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്കത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടണേ. ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുകയാണേ. പിന്നെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇൻഫർമേഷനായിട്ട് നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും ഒരു നല്ല ക്ലാസ്സിൽ കാണാം. താങ്ക്